മുഖ്യമന്ത്രി പറയാതെയാണ് അവർ എഴുതി കൊടുത്തതെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, ആ ഏജൻസിക്കെതിരായിട്ട് കേസെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? കേസെടുക്കണ്ടേ? മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഹിന്ദു പോലുള്ള ഒരു ദിനപത്രത്തിൽ ഒരു ഏജൻസി എഴുതി കൊടുത്തെങ്കിൽ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ട കാര്യമാണ് അല്ലേ? ഒരു വിഭാഗത്തെ മുഴുവൻ ചാരി നിർത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഈ ഏജൻസി മുഖ്യമന്ത്രി അറിയാതെയാണ് ചെയ്തതെങ്കിൽ ആ ഏജൻസിക്കെതിരെ കേസെടുക്കണ്ടേ? തെറ്റാണ്. മുഖ്യമന്ത്രി അറിയാതെയാണ് അവർ ചെയ്തതെങ്കിൽ ആ കേസെടുക്കാൻ ധൈര്യമുണ്ടോ? അതാണ് എന്റെ ചോദ്യം. ആ റിലയൻസുമായി ബന്ധമുള്ള അവരൊക്കെ ഈ മുഖ്യമന്ത്രിയായിട്ട് എന്ത് ബന്ധമാണ്? ഞാൻ ഇന്നലെ ചോദിച്ചല്ലോ. അവിടെ വന്നു നിന്ന രണ്ടുപേർക്ക് മുഖ്യമന്ത്രിയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? ഏത് തരത്തിലാണ് അവരെ നിർത്തിയത്? അദ്ദേഹം ആരെയും അടുത്ത് നിർത്തൂലല്ലോ സാധാരണ. നിങ്ങൾ ആരെങ്കിലും പോയി അദ്ദേഹം ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അടുത്ത് നിൽക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അദ്ദേഹം വെളിപ്പെടുത്തട്ടെ ആരാണ് കൂടെ നിന്നതെന്ന്. ആരാണ് ഈ ഏജൻസിയുടെ ഹിന്ദു പോലുള്ള ഒരു പത്രം, അവരുടെ വിശദീകരണ കുറിപ്പിലാണ് 2 റെപ്രസെന്റേറ്റീവുമാർ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഈ ഏജൻസിയുടെ 2 റെപ്രസെന്റേറ്റീവുമാർ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ കൂടെ. നമ്മളൊക്കെയാണെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് ആരെങ്കിലും നിർത്തുമോ? അദ്ദേഹം 2 പേര് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കും, അല്ലെങ്കിൽ കേസെടുക്കട്ടെ. ഈ പറയുന്ന അവരെ തള്ളി പറയുകയാണെങ്കിൽ അവർ വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം അവർ ഹിന്ദുവിൽ എഴുതി കൊടുത്ത് എങ്കിൽ അവർ വലിയ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത്? അവർക്കെതിരെ കേസെടുക്ക്. ഇത്തരത്തിലൊരു പരാമർശം, അതായത് സംഘപരിവാർ നരേറ്റീവെന്ന് അന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലൊരു കാര്യം ഇത് ഏജൻസിയെ കൊണ്ടാണെങ്കിൽ പോലും അത് കൂടി പോലൊരു പത്രത്തിൽ ദേശീയ മാധ്യമത്തിൽ കൊണ്ടുവരുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് സാധാരണ അങ്ങനെ ഡൽഹിയിലൊന്നും പോയിട്ട് ഒരു പത്രത്തിൽ ഇന്റർവ്യൂ ഒന്നും കൊടുക്കുന്ന ആളല്ല മുഖ്യമന്ത്രി. ഇവിടെ തന്നെ തരില്ലല്ലോ, നിങ്ങൾ ചോദിച്ചാൽ തരില്ലല്ലോ. വല്ല തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെയാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത്, അതുപോലും കൊടുക്കാറില്ല അദ്ദേഹം ഡൽഹിയിൽ പോയി ഹിന്ദു പോലുള്ള ഒരു പത്രത്തിൽ കൊടുത്തത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു, ഡൽഹിയിലെ ഏമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. ഭയമാണ് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത്. ആ ഭയത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് അവരുടെ നറേറ്റീവാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂയിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അല്ലാതെ എന്ത് കാര്യം അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ എന്ത് പ്രസക്തമായ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു പോയിന്റ് അല്ലാതെ. അദ്ദേഹത്തിന് അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. ഇതിലൂടെ മനസ്സിലാകേണ്ടത് ഇടതു മുന്നണി ശിഥിലീകരിക്കപ്പെടുകയാണ്. ഇടതു മുന്നണിയുടെ ശിഥിലീകരണത്തിന്റെ തുടക്കമാണ് PV അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനം. CPMന്റെ ജീർണതയുടെ അത് നേരത്തെ ആരംഭിച്ചതാണ്. CPMന്റെ ജീർണത നേരത്തെ ആരംഭിച്ചതാണ്. CPMന്റെ ജീർണത ഇടതുമുന്നണിയുടെ ശിഥിലീകരണത്തിലേക്ക് വഴിവെളിക്കുന്ന കാര്യമാണ്. ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്.